നമസ്കാരം. കുപ്രസിദ്ധ ഗുണ്ട തമ്മനം ഫൈസലിന്റെ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുത്ത ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MG സാബുവിനെ സസ്പെൻഡ് ചെയ്തു. നീതിയും ന്യായവും കാത്തുസൂക്ഷിക്കേണ്ടുന്ന പോലീസ് ഏമാന്മാരെല്ലാം മടിയിൽ കനമുള്ളവർക്ക് ഒപ്പം എന്ന് പറയുന്ന കാര്യത്തിൽ ഇതിൽ പരം തെളിവ് വേറൊന്നുമില്ല. ഒരു ഗുണ്ടാ നേതാവുമായി ബന്ധം സ്ഥാപിക്കുന്നു. ആ ഗുണ്ടാ നേതാവുമായി പോലീസ് ഏമാന്മാർ ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അതിന്റെ പേരിൽ പാർട്ടി നടത്തുന്നു. അങ്ങനെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഫഹദ് ഫാസിലിന്റെ ഈ അടുത്ത് ഇറങ്ങിയിരിക്കുന്ന ആവേശം സിനിമയും അതിലുള്ള ഗുണ്ടാ നേതാവിന്റെ സാഹചര്യവും എല്ലാം നാം ഓർക്കേണ്ടത്. അതായത് കേരളത്തിൽ ഇത്തരത്തിൽ നിരവധി രംഗണ്ണന്മാർ ഉയർന്നു പൊന്തുന്നതിന് കാരണം ഇങ്ങനെ അധികാരം കയ്യിലുള്ള നേതാക്കന്മാർ തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അധികാരം കയ്യിലുള്ളവർ കൂടെ നിൽക്കുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് ഇത്തരം ഗുണ്ടാ നേതാക്കന്മാരുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. എന്തായാലും അങ്കമാലിയിൽ ഗുണ്ടാവിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പിക്കും പോലീസ് ഏമാന്മാർക്കും ഇനി വീട്ടിലിരുന്ന് വിരുന്ന് പോകാമെന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഏമാന്മാരെ നിയമപരമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിരുന്നിൽ പങ്കെടുത്ത മറ്റ് 3 പോലീസുകാരെ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മാസം 31-ന് വിരമിക്കാനിരിക്കെയാണ് സാബുവിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഡിവൈഎസ്പിക്ക് നൽകാനിരുന്ന യാത്രയയപ്പ് റദ്ദാക്കി. പരിപാടിക്കായി തയ്യാറാക്കിയ പന്തലം ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ നിന്ന് അഴിച്ചു മാറ്റിയെന്നാണ് വിവരം. ഇദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന പെൻഷൻ തടസ്സമാകും എന്നതിനെ കാരണം വെച്ച് ഡിവൈഎസ്പിയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടന്നിരുന്നു. വിരുന്ന് വിരമിക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നതായിരുന്നു വിവരങ്ങളും. സേനയുടെ സൽപ്പേരിന് കളങ്കം വരുത്തി അച്ചടക്ക ലംഘനം നടത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പോലീസ് സ്വീകരിക്കുന്ന ശക്തമായ നടപടികളെ ദുർബലപ്പെടുത്തുന്ന നടപടിയാണ് സാബുവിന്റേതെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പൊതുജനങ്ങളെ സംരക്ഷിക്കേണ്ടുന്നവർ ഗുണ്ടകൾക്കൊപ്പമാണെന്ന ധാരണ പടർത്താൻ സംഭവം ഇടയാക്കുന്നുവെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. പുളിയനത്തെ ഫൈസലിന്റെ വീട്ടിൽ ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഡിവൈഎസ്പിയും പോലീസുകാരും ഇത്തരത്തിൽ അവരുടെ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു എന്ന കണ്ടെത്തലുകൾ പുറത്തു വന്നത്. ഗൂഡല്ലൂർ യാത്ര കഴിഞ്ഞ് മടങ്ങും വഴിയാണ് ഉദ്യോഗസ്ഥർ ഫൈസലിന്റെ വീട്ടിലെത്തിയതെന്നാണ് വിവരം. അങ്കമാലി SIയെ കണ്ടതോടെ ഡിവൈഎസ്പി ശുചിമുറിയിൽ കയറി ഒളിക്കുകയും ചെയ്തിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 5:30യോടെയാണ് അങ്കമാലിയിൽ എത്തിയ സംഘം ഫൈസൽ വീട്ടിലുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം ഇത്തരത്തിൽ പോയത്. അടുത്തിടെ ഒരു സിനിമ റിലീസ് ചെയ്ത ദിവസം ആലുവയിൽ ഫാൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിലും തമ്മനം ഫൈസി പങ്കെടുത്തിരുന്നു എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. വിരുന്നിൽ പങ്കെടുത്ത സംഭവത്തിൽ മലക്കം മറിയാനൊരു ശ്രമവും ഡിവൈഎസ്പിയും പോലീസുകാരും നടത്തിയിട്ടുണ്ട്. സിനിമാ നടനായ സുഹൃത്തിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞിട്ടാണ് ഡിവൈഎസ്പി തങ്ങളെ കൊണ്ടുപോയതെന്നാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MG സാബുവിന് ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർ പറഞ്ഞത്. എന്തായാലും ഗുണ്ടാ നേതാക്കന്മാരും പോലീസുകാരുമായുള്ള ഒരു ബന്ധം അത് എത്രത്തോളം വലുതാണ് എന്ന് വ്യക്തമാക്കുന്നതിന് ഇതിൽ പരം ഒരു തെളിവ് വേറെ വരാനില്ല. എന്തായാലും നീതിയും ന്യായവും കോടതിയും എല്ലാം ഒന്നുമല്ലാതാക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ നമുക്കിടയിലുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ ഒരു സംഭവം.